ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ശിവരാത്രി ദിവസത്തിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ രാവിലെ, അതായത് പകല് കുറച്ചധികം തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുക്കാൻ ഒരുമ്പട്ട് ഇറങ്ങി കഴിഞ്ഞ് പിന്നെ അന്നത്തെ ദിവസം ഫുള്ള് എടുക്കൽ തന്നെയാവും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ തീരെ വീഡിയോ എടുക്കലില്ല. അപ്പോൾ എല്ലാവരും ഇത് മുഴുവനായിട്ട് ഇരുന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ കൂടെ കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കുളിച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നോക്കി. അപ്പം നൂഡിൽസാണ് ഉണ്ടാക്കിയത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് പിള്ളേരെന്നെ കുളിപ്പിച്ച് ഒരുക്കി കഴിഞ്ഞിട്ട് നമ്മൾ ചായ കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ അമ്പലത്തേക്ക് വന്നത്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി ബാക്കി അമ്പലത്തിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. Blueberry. Rainbow അല്ലേ? Spanish. അപ്പോൾ ഇത് നമ്മുടെ ചൊവ്വല്ലൂർ ശിവക്ഷേത്രമാണ്. അപ്പോൾ ഇവിടെ തിരുവാതിരയും അതുപോലെ തന്നെ ശിവരാത്രിയാണ് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. അപ്പോൾ വളരെ പ്രസിദ്ധിയായിട്ടുള്ളൊരു അമ്പലമാണ്. ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കാണ് ഇവിടെ. അത്യാവശ്യം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത് കൂടെ ഇങ്ങനെ വണ്ടിയുമ്പോൾ വരാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ മെല്ലെ നടന്നു. അപ്പോൾ ചേട്ടൻ അവിടെ വണ്ടികളൊക്കെ ഒന്ന് നിയന്ത്രിക്കുകയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗതാഗതക്കുരുക്ക് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ നിന്നു. അപ്പോൾ ഞങ്ങൾ മെല്ലെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ ഭയങ്കര ബ്ലോക്കായി. അപ്പം ഞങ്ങൾ മെല്ലെ കൂടെ പോന്നു അതിൻ്റെ ഇടയിൽ കൂടെ. ചേട്ടനൊക്കെ അവിടെ ട്രാഫിക് നിയന്ത്രിക്കുന്നുണ്ട് കേട്ടാ. കേട്ടാ, ബസ്സും കാറും നല്ലപോലെ ബ്ലോക്കായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് വീട്ടിൽ വന്നിട്ട് വേറെ പണിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വേഗം പോന്നു അല്ലേ. അങ്ങനെ നമ്മളൊരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്താനായിട്ട്. അപ്പോൾ വരുമ്പോൾ അച്ഛനും അമ്മയ്ക്കും നാത്തൂനൊക്കെ ഉള്ള ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുക അല്ലെങ്കിൽ പൂരത്തിനൊക്കെ പോകുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ പറയട്ടെ ഐസ്ക്രീമായിട്ട് വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഐസ്ക്രീമിന് വേണ്ടി കാത്തിരിക്കാറുണ്ട്. അപ്പോൾ അവർക്കുള്ള പാഴ്സൽ എപ്പോഴും നമ്മൾ വാങ്ങിയിട്ട് കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പം അമ്മ അവിടെ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് നന്നാക്കി വെക്കുകയാണ്. ഞങ്ങൾ അവിയൽ വെക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ചെറിയൊരു അവിയൽ വെക്കണം, കൂട്ടാൻ വെക്കണം, പായസം ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ അവിയലും കഷ്ണമൊക്കെ നന്നാക്കി വെച്ച് അവിയലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മളൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പരിപ്പും അതുപോലെ തന്നെ ചീരയും ഇട്ടുള്ള കറിയാണ് വെക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ പറമ്പിൽ കുറേ ചീര ഉണ്ടായിട്ടുണ്ട്, നല്ല നാടൻ ചീരയും അതുപോലെ വാഴയുടെ ഇടയിലൊക്കെ കുറേ ചീരയൊക്കെ നട്ടിട്ടുണ്ട്. അത് പൊട്ടിക്കാറായിട്ടുണ്ട്. അപ്പോൾ അത് പരിപ്പും ചീരയും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം തലേ ദിവസമായി നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് നമ്മൾ സാമ്പാർ ഉണ്ടാക്കണില്ല. അപ്പോൾ ഇന്ന് അവിയലും പരിപ്പും ചീരയൊക്കെ വെച്ചിട്ടുള്ളൊരു നാടൻ വിഭവമായിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ കൃഷിയിടത്തിൽ നിന്ന് ചീരയൊക്കെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇത് നമ്മളിത് ആ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സേമിയൊക്കെ നെയ്യിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ പാല് തിളപ്പിക്കാനും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടനൊരാഗ്രഹം ഇന്ന് പായസം കഴിക്കണം എന്ന്. അപ്പോൾ മിക്ക വിശേഷ ദിവസങ്ങളിൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പായസമൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു പണിയും കൂടിയും ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അവിയലൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. പരിപ്പും കുക്കറിലൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതാ ചക്ക ഇന്ന് നമ്മൾ എടുക്കണില്ല, അത് നമ്മൾ നന്നാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അല്ലെങ്കിൽ ഞാൻ നാശാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലറ ചില്ലറ പണികൾ കൂടി ഉണ്ട്. ഇനി ബാക്കി പായസം വെക്കണം. നമ്മുടെ പരിപ്പും ചീരയും കറി കുക്കറിലുണ്ട്, തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാൽ അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കണം. തിരുമ്പാൻ ഒരു ലോഡുണ്ട്, ഇന്നലെ തിരുമ്പിയിട്ടില്ല. വാഷിംഗ് മെഷീനിലിടാം. അങ്ങനെ നമ്മുടെ സേമിയ പായസത്തിൻ്റെ അവസാന മിനുക്ക് പണിയിലാണ് കേട്ടോ. ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉച്ചത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് ഒരു 4 മണിയോട് കൂടി വീണ്ടും റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് പോവാണ്. അപ്പോൾ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുരേഷ് ഏട്ടൻ വരണ്ടേ, അപ്പോൾ അവരെ നേരിട്ടൊന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് വീണ്ടും പോവാണ് കേട്ടോ. അപ്പോൾ 4 മണിക്ക് അവിടെ പൂരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ സുരേഷ് ഏട്ടൻ വരണ്ടേന്ന് പറഞ്ഞിട്ട് അവിടെ 4 മണിക്ക് തന്നെ കാത്തു നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ സുരേഷ് ഏട്ടനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അവർ. അപ്പോൾ ഞങ്ങളും 4 മണിക്ക് വന്ന് പോസ്റ്റ് ആയതാണ്. ആളൊരു 4:30-5 മണിക്ക് ആയിട്ടുണ്ട് വരാനായിട്ട്. ശുഭോബിനെ കാണാൻ കട്ട വെയിറ്റിംഗ്. അങ്ങനെ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും നമ്മുടെ സുരേഷ് ഏട്ടൻ എത്തി. അപ്പോൾ കഴിഞ്ഞ വർഷം ശിവരാത്രിക്ക് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഒക്കെ കിടക്കുന്നുണ്ട്, കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.